എങ്ങനെ പറഞ്ഞിട്ടറിയോ നമ്മള് ഇത് നമ്മളെ സൺകോ ന്യൂസ് ആണ്. അപ്പൊ ഇവരൊരു എഗ്ഗ് ചെയ്ത് ഞാൻ പറഞ്ഞോ 3 എഗ്ഗോളം ചെയ്ത്, പക്ഷെ കുട്ടികളെ നമുക്ക് കിട്ടിയില്ല, പ്രശ്നം കിട്ടിയിട്ടില്ല. ഫസ്റ്റ് എഗ്ഗ് ആണ്. അപ്പൊ ഇവരിപ്പോ അടുത്ത എഗ്ഗിങ്ങനെ ആയിട്ടോ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്ലീൻ ചെയ്തൊരു വീഡിയോ കാണിച്ചാണ് വന്നത്. ഇതങ്ങനെ ആരും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എന്താ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ദയവ് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ പറയട്ടെ, എന്താ വെച്ചാൽ നമ്മളൊരു വട്ടം നമ്മളെ ചിക്സ് ഈ നെസ്റ്റ് ബോക്സ് കയറി വന്നിട്ട് എഗ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഇറങ്ങിയാലും ഇറങ്ങിയില്ലേ കൂടി അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അത് മാക്സിമം അതിന് നെസ്റ്റ് മെറ്റീരിയൽസ് മസ്റ്റായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവർ ചിലപ്പോൾ അതിൽ തന്നെയാണ് കാഷ്ടിക്കാറ്, അതിൽ തന്നെ ഒരു കടക്കും ചെയ്യും. ഇപ്പൊ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ നമുക്ക് പുറത്ത് നെസ്റ്റ് ഔട്ട് ആവുന്ന വരെ തന്നെ കുട്ടികൾ അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ഓരായി തന്നെയാണ് കാഷ്ടിക്കാറ്. അപ്പൊ അതിന് കുറെ പ്രാണികൾ ഉണ്ടാവും, അതേപോലെ തന്നെ കൂറകള് മറ്റേ മറിച്ചൊക്കെ അതിന്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ ഇത് ഇവര് പിന്നെ അതേപോലെ തന്നെ എഗ് ചെയ്യുന്ന സമയത്ത് ഓർക്ക് ഭയങ്കര ഇടങ്ങേറുണ്ടാക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ മൈറ്റ്സ് പോലുള്ള പ്രാണികളുണ്ടല്ലോ, അത് എന്ത് ചെയ്യും, അത് നന്നായിട്ട് ഇതിൽ ഫോം ആവും. എന്നിട്ട് ഇവരുടെ ശരീരത്തിൽ കയറും. അതിൽ ഇവർക്ക് നമ്മളെ ഈ തൂവൽ പൊഴിച്ചില്, അതേപോലെ തന്നെ പെട്ടെന്ന് സിക്കാവ പേടി, അതേപോലെ തന്നെ മൈറ്റ്സ് അധികമായാല് ഏസാക്മേറ്റ് പറഞ്ഞ രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഫസ്റ്റ് നമ്മള് ഇതിനുള്ള നമ്മൾ ആദ്യം ഇട്ട് കൊടുത്താൽ നെസ്റ്റ് മെറ്റീരിയൽ ഇല്ലേ, അത് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം. കാണിച്ചു തരാം. ഈ നമ്മളിപ്പോ ഇട്ട നെസ്റ്റ് മെറ്റീരിയൽ തന്നെ നമുക്ക് നോക്കിയാൽ കാഷ്ടങ്ങളുണ്ടാവും, നന്നായിട്ട് നല്ല വൃത്തിയുള്ള രീതിയിൽ എന്താ പറയുക കാഷ്ടങ്ങൾ ഉണ്ടാവുക. ഈ ഒരു രീതിയിലായിരിക്കും കാഷ്ടം ഉണ്ടാവുക. സാധാരണ പലരും ചെയ്യാൻ എന്താ വെച്ചാല് ഇത് എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കും. അത് നന്നായിട്ട് എന്ത് ചെയ്യും, AL ഇല്ലേ, അതായത് നമ്മളെ ആവൻ ഇൻസെക്ട് ലിക്വിഡേറ്റർ പറഞ്ഞ ആ ഒരു മെഡിസിൻ അടിച്ചിട്ട് നല്ല വെയിലത്ത് ഉണക്കിയിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ റീയൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാനങ്ങനെ ചെയ്യാറില്ല, ഞാൻ നേരെ വല്ല തെങ്ങിനൊക്കെ ഇട്ട് കൊടുക്കാറാണ്. ഞാൻ പിന്നെ യൂസ് ചെയ്യാറില്ല, ഞാൻ ഒറ്റ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ അത് ആദ്യം ക്ലീൻ ചെയ്യാം. കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ ഒരുവിധം വാരിട്ടുണ്ട് ഫ്രണ്ട്സ്. പക്ഷെ എന്താ അറിയോ, നമ്മൾ വാരുമ്പോ ഫീമെയില് ഓടിയിലേക്ക് വരുന്നുണ്ട്, കൂടിന്റെ ഉള്ളോട്ട് വരുന്നുണ്ട്. കോളി നന്നായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. എന്റെ ഇതിന്റെ ഡോറ് കുറച്ച് വലിപ്പം കൂടുതലാണ്, ഞാൻ മേലെയാണ് ഡോർ വെച്ചിരുന്നത്. അപ്പൊ എന്താ വെച്ചാല് ഓൾ വന്ന് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ പുറത്തേക്ക് ഇപ്പൊ അഗ്രസീവ് വരുന്ന സമയത്താണ് പാറി പോകാനുള്ള സാഹചര്യം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വളരെ കെയർ ആയിട്ടാണ് ചെയ്യുന്നത്. പുറത്ത് ഞാനിപ്പോ എന്ത് ചെയ്യാം, കൈക്കൂലി പോലെ തന്നെ ഞാനെന്ത് ചോളം വെച്ച് കൊടുക്കും. ചോളം ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അപ്പൊ ചോളം കഴിക്കുന്നതുകൊണ്ട് ഇതിലേക്ക് വലിയൊരു മൈൻഡ് കൊടുക്കുന്നില്ല. ഇപ്പൊ ചോളം കഴിക്കുന്നുണ്ട്, ഇതിലേക്ക് വലിയൊരു മൈൻഡ് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മളെന്ത് ചെയ്യാം, മാക്സിമം നമ്മൾ വാരി എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വാരി എടുത്താലും കൈ കൊണ്ട് വാരി എടുത്താലും ഒരിക്കലും എന്തായാലും കംപ്ലീറ്റ് ആവില്ല. അത് നമ്മൾ ബ്ലോവർ വെച്ച് അടിച്ചാൽ മാത്രമേ ഫുള്ളും എല്ലാ പോർഷനും ക്ലിയർ ആവുള്ളൂ. അതിന്റെ അടിയിലൊക്കെ ഒന്ന് ഇവര് കാഷ്ടങ്ങളുണ്ട്, അത് ചിരണ്ടി കളയുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ട് എന്താ അറിയോ, നന്നായിട്ട് അതിന്റെ ബോക്സിൽ നന്നായിട്ട് ചിരണ്ട, നല്ല എന്താ പറയാ നല്ല വൃത്തിയുള്ള രീതിയിൽ ഇതുണ്ട്. അതിന്റെ അടിയിൽ വെള്ളം മറിയുന്നുണ്ട്. അത് നീറ്റാക്കി വെച്ചാൽ അതിൽ വേറെ പലതരത്തിലുള്ള പ്രാണികൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ എന്തായാലും വരും, അത് ഉറപ്പാണ്. അപ്പൊ നമ്മളിപ്പോ എടുത്ത് നോക്കുമ്പോൾ ഇപ്പൊ നമുക്ക് നിലയിലൊന്നും കാണാനില്ല, ഇതിൽ കണ്ടില്ല കാഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ. ഒരു ക്വാളിറ്റി ഇല്ലാണ്ടായിരിക്കും. പിന്നെ ബേഡ് സീറ്റനെ കിടക്കുമ്പോൾ പിന്നെ ഒരു എന്താ പറയാ എല്ലാം കൊണ്ടും ഒന്നും കൂടി ഒരു സ്ട്രെസ്സിലേക്കാണ് പോവുക. അപ്പൊ നമുക്ക് കൈ കൊണ്ട് വാരാൻ കഴിയുന്നൊക്കെ നമ്മൾ കൈ കൊണ്ട് വാരിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമുക്ക് കൈ യൂസ് ചെയ്തിട്ട് എടുത്ത് കളയാൻ കഴിയുന്നൊക്കെ എടുത്താൽ മതി. പിന്നെ നമുക്ക് അത് ബ്ലോവർ കൊണ്ട് ചെയ്യാം. നമുക്കൊന്ന് എയർ അടിച്ചാൽ മിക്കതും പോകും. ബ്ലോവറിനൊന്ന് ഒറ്റ എയർ ചെയ്താണ്. അത് കഴിഞ്ഞപ്പോൾ പക്ക നമ്മൾ ആദ്യം മേടിച്ച ബോക്സ് തന്നെ ആയിട്ട് ഫുൾ നീറ്റ് ആയിട്ട് ഒരു പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനനുസരിച്ച് നമ്മൾ AL ആണ്, ആവൻ ഇൻസെക്ട് ലിക്വിഡേറ്റർ പറഞ്ഞ മെഡിസിൻസ് കേട്ടോ. മെഡിസിൻ നമ്മൾ ശരിക്കും ഇതിലേക്ക് കലർത്തിയിട്ടുണ്ടത്. ഇതെന്ത് ചെയ്യാം, നേരെ കൂടിൻ്റെ പുറത്ത് അതേപോലെ തന്നെ കൂടിൻ്റെ ഉള്ളിൽ അടിച്ചു കൊടുക്കാം കേട്ടോ. കൂണ്ട് ഫുള്ള് പുറത്ത് അതിൻ്റെ വൃത്തി അടിച്ചു കൊടുക്കുക. കൂടിൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ അടിച്ചു കൊടുക്കുക.
അതിനുശേഷം എല്ലാവരും യൂസ് ചെയ്യാറുണ്ടോ അറിയില്ല, ഞാൻ ആര്യവേപ്പിന്റെ ഇല ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ആര്യവേപ്പിന്റെ ഇല ഞാൻ സാധാരണ നമ്മളെ തേനയിൽ വെച്ച് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മളെല്ലാ ബേഡ്സിന്റെ നെസ്റ്റ് മെറ്റീരിയൽ തന്നെ ഇതും വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ നെസ്റ്റ് മെറ്റീരിയൽ വെച്ചാൽ ഇത് ഞാൻ വാങ്ങുന്നതാണ്, വുഡ് ഷേക്കിംഗ് തന്നെ നമ്മൾ വാങ്ങുന്നതാണ്. കാരണം ഇവിടുത്തെ ഒരു വട്ടം എനിക്ക് ഇവിടുത്തെ നെസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് എൻ്റെ എന്താ പറയുക അതിലൊരു പ്രാണികൾ വന്നിട്ട് എൻ്റെ ഹെലികോപ്റ്റേഴ്സിന് 5-6 കുട്ടികൾ എൻ്റെ അടുത്ത് ഡെഡായി പോയി. നന്നായി പ്രാണികൾ വന്ന് അതിനുശേഷം ഞാൻ ഫുള്ള് ഒന്നുകൂടി ക്ലീൻ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, നമ്മളെപ്പോഴും നമ്മൾ നെസ്റ്റ് മെറ്റീരിയൽ വെച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം ഇട്ട മുട്ടയാണെങ്കിൽ നോക്കണ്ട, അത് പോയിക്കോട്ടെ, കുറച്ച് ഇത്ര നെസ്റ്റ് മെറ്റീരിയൽ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. നമ്മൾ ബേഡ്സിന്റെ ഹെൽത്ത് മാത്രം എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. മോർ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുക. ഇതല്ലേ അടുത്തോട്ട് നമുക്ക് കിട്ടും, അത്ര തന്നെ അങ്ങ് പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, അപ്പം ഇതെന്തായാലും മറക്കാതെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് മേടിക്കുന്ന വെച്ചാൽ ഇതിന് കിലോന് 250 രൂപ നിരക്കിലാണ്. ഇത് അനൂപേട്ടൻ, കോഴിക്കോടുള്ള അനൂപേട്ടനാണ് എനിക്ക് അയച്ചത്. മൂപ്പടുത്തുണ്ട് വുഡ് ഷേവിംഗ് ആണ് കേട്ടോ. ഞാൻ വേണ്ട കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിന് അടിയിൽ കൊടുക്കാം, വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്തരം വീഡിയോസിനെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത്. ചിന്തം ബൈ.